Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. I am very sorry. Actually, അശ്വതി മിസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന അശ്വതി മിസ് അല്ലേ? മിസ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ പോയുള്ളൂ. അതാ ഞാൻ ലേറ്റ് ആയത് കയറാനായിട്ട്. ഓക്കെ, നാളെ നമ്മളുടെ ഫസ്റ്റ് ബാച്ചിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെഷനാണ്. ഞങ്ങൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി വി ഓൾസോ ക്യാൻ മീറ്റ് വൺ ഡേ. Good afternoon, teacher. How are you? ഞങ്ങൾക്ക് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടിക്കൽസ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം സെഷൻ. കമ്പൽസറി അല്ലല്ലോ. നമ്മൾ ഓൺലൈൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും ട്രാവൽ ചെയ്ത് വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതിൽ തന്നെ ഒരു 70 സ്റ്റുഡൻസിൽ 23 സ്റ്റുഡൻസേ വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വരാൻ പല ബുദ്ധിമുട്ടുകളും ഉള്ളത് തന്നെ ഇല്ല. ബട്ട് ഓൺലൈനിൽ നമ്മൾ എല്ലാം ചെയ്യും. അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. സോ വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് ദാറ്റ് ഫെസിലിറ്റി. ഓക്കെ, ഗീത ആക്ച്വലി ഗീതയ്ക്ക് പനിയായിരുന്നില്ല. എനിക്ക് ഒരു ഫീവറിഷ് ഒരു പ്രശ്നങ്ങളൊക്കെ 2 ദിവസം കണ്ടിന്യൂസ് യാത്രയും തലവേദന എടുക്കുന്നുണ്ട്. Oh, no. Is it okay? ആക്ച്വലി ഇന്നാ സിവിയർ ആയേക്കണേ ആ ഒരു ഫീവറിഷ്. ഓക്കെ, സോ where were we? Who is going to do prayer? It's going to do prayer. Yes, Judy. മലയാളമാണ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സദ്ഗുണം ജീവിതം ധന്യമാക്കണം. ബുദ്ധനും വിഷ്ണു യേശുക്രിസ്തുവും എല്ലാമേ വേദാന്തം ഞങ്ങളെ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു. Thought of the day ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. നല്ല പ്രേയർ ആയിരുന്നു. ജൂബി ടെൻഷൻ ഒന്നും ആവാതെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനിയും ഇത് ചെയ്യണേ. നല്ലായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ ആരാ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം ടീച്ചർ. ഞാൻ പറയാം മിസ്. ഓക്കെ, സബി ഷമീർ. I am Sabira. Today thoughts: you should never hate those who hate you. Instead, respect them because they are ones who think you are better than them the most. APJ Abdul Kalam. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. താങ്ക് യു. So what next?
So, yes. Okay, sign in undo. Yes. Anyway, you people have to prepare one action song and take the video of that like 30 seconds maximum time. അത് കീപ്പ് ചെയ്ത് വെക്കണം. സാർ പറയുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യണം. And when at the time of Viva also, if you are asked to do, you have to. So sign in അതിനൊരു പ്ലാറ്റ്ഫോമാണ്. ആക്ഷൻസ് ഒന്നും നമുക്ക് ഷൈനസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ. കുട്ടികളുടെ മുമ്പിൽ നമുക്ക് ആ ഷൈനസ് കാണിക്കാൻ പറ്റില്ലല്ലോ. സോ അവരുടെ കൂടെ ആകുമ്പോൾ നിങ്ങളങ്ങ് മേർജായി അത് ചെയ്തു. ഷൈനസ് വേണ്ട. ആ ഒരു റൈമില്ലേ വളരെ if you're happy and know, clap your hands. അറിയാമോ ആർക്കെങ്കിലും? Yes, ma'am. വെരി ഗുഡ് ആക്ഷൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫാത്തിമ അറിയെങ്കിൽ ഒന്ന് അത് ചെല്ലാമോ? Yes, ma'am. സ്കൂളാണോ? അത് കുഴപ്പമില്ല മാം, ഫ്രീ ആണ്. If you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it, your face will show it. If you're happy and you know it, clap your hands. If you're happy and you know it, stomp your feet. If you're happy and you know it, stomp your feet. If you're happy and you know it, your face will really show it. If you're happy and you know it, stomp your feet. If you're happy and you know it, say hooray, hooray. If you're happy and you know it, say hooray, hooray. If you're happy and you know it, then your face will really show it. If you're happy and you know it, say hooray. If you're happy and you know it, clap your hands, stomp your feet and say hooray. Thank you. We can add more actions like if you're happy and you know, honk your nose. If you're happy and you know, touch your head. അങ്ങനെ എന്തും അപ്പൊ അവർക്ക് കുറെ ആക്ഷൻസ് കിട്ടും. അവരുടെ ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാപ്പി നോ ടച്ച് അങ്ങനെ ഓരോന്നും പറയാം. നല്ലൊരു റിതമാണ്. ഈവൻ നമുക്ക് പാടാൻ വിഷമമുള്ളവർക്ക് പോലും ഇത് നല്ല പോലെ ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഇഷ്ടാവും. ഓക്കെ, നിങ്ങളോട് ഞാൻ മാഗസീന്റെ കാര്യം പറഞ്ഞിരുന്നു. യെസ് മാം, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമ്മള് യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്തു. സോ വി ഹാവ് ടു സ്റ്റാർട്ട് യൂണിറ്റ് 3, റൈറ്റ്? യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്തോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് No, teacher. സ്റ്റാർട്ട് ചെയ്തോ? No, teacher. No, ma'am. Montessori method versus traditional method completed. യെസ്, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമായിരുന്നു അല്ലെ, പെയർ ആക്ടിവിറ്റി. 2 people just imagine that they are sitting face to face and they are just sharing their experience when they were in their school, right? അതായിരുന്നില്ലേ? അതായിരുന്നോ? ചെയ്തോ? അതെ മാം. Yes, miss. So next one, law of natural development. From the title, നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? What you understand from the title? ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യാം. വികസനത്തിനുള്ള പ്രകൃതിയുടെ നിയമം. Just think the difference between human babies and animal babies. Human babies ഉം animal babies ഉം തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്?
animal babies ജനിച്ചു വീഴുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് സെൽഫായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കുറച്ച് നാള് മേ ബി അവർ ഫീഡ് ചെയ്യുമായിരിക്കും, അതല്ലാത്ത അവരുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് ഹ്യൂമൻ ബേബീസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. അവരുടെ പാരന്റ്സിന് ഒന്നനങ്ങണമെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. യെസ്. സോ ആനിമൽ ബേബി ജനിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. പക്ഷെ നമ്മളുടെ ഹ്യൂമൻ ബേബി പറ്റില്ല. സോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പശുക്കുട്ടി അതാ ജനിച്ച് വീണ് കുറച്ച് കഴിയുമ്പോഴേക്കും അതാ 4 കാലും കുത്തി നിൽക്കും. ഒന്ന് വേച്ച് പോകും, സ്ക്യൂം ചെയ്ത് വേച്ചൊക്കെ നടക്കും, പിന്നെ അതങ്ങ് ഓടാൻ തുടങ്ങും. പെട്ടെന്നാണ് ഒരു ഡെവലപ്മെന്റ്. ഈവൻ ബിഗസ്റ്റ് ആയിട്ടുള്ള എലിഫന്റിന്റെയും അത് വളരെ ഡിഫറൻസ് തന്നെയാണ്. പിന്നെ നമ്മൾക്കറിയാം ഈ കാങ്ക്രൂനാണെങ്കിൽ ഒരു സാക്ക് പോലെ ഉണ്ട് അല്ലെ, സഞ്ചി പോലെ ഉണ്ട്. ജനിച്ചു വീഴുന്ന ബേബിക്ക് എങ്ങനെ അറിയാം ദാറ്റ് സഞ്ചി ഈസ് ഫോർ മീ? അത് അതിനകത്തേക്ക് ചാടി, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാ. ചാടി അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും, ഇറ്റ്സ് ഫോർ മീ എന്നുള്ളത് അതിനറിയാം. എന്നോട് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല അല്ലെ. സിമിലർലി ഇത് ടർട്ടിൽസ്, സീ ടർട്ടിൽസ്, അവര് ബീച്ച് സൈഡിൽ വന്നിട്ടായിരിക്കും മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള് അവരോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ദർ ഹോം ഇസ് സീ. അവർ നേരെ സീയിലേക്കാ പോകുന്നത് വിരിഞ്ഞ ഉടനെ തന്നെ. സോ അതെല്ലാം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ഹ്യൂമൻ ബേബീസ് അവര് അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു എംബ്രിയോ സ്റ്റേജിലാണ് ആദ്യം തുടങ്ങുന്നത്. ഒരു ജീവന്റെ ഒരു തുടിപ്പല്ല, ഒരു എംബ്രിയോ, ഭ്രൂണാവസ്ഥ. അതൊരു 9 months കൊണ്ട് അവരുടെ ബോഡി പാർട്സ് എല്ലാമായി, ഓർഗൻസ് എല്ലാമായി, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാമായിട്ട് കുട്ടി പുറത്തേക്ക് വരുന്നു. ബട്ട് ഈ പുറത്ത് വരുമ്പോൾ മരിയ മോണ്ടിസോറി പറയുന്നത് കുട്ടിയുടെ ബോഡി പാർട്സ് എല്ലാം ആയിട്ടുണ്ട്. ബട്ട് അതിന്റെ മൈൻഡ് അപ്പോഴും എംബ്രിയോ സ്റ്റേജിലായിരിക്കുന്നു, ഭ്രൂണാവസ്ഥയിലായിരിക്കും. ആ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. ശരിക്കും അത് 0 to 6 years, ആ ഒരു ബർത്ത് തുടങ്ങി 6 years വരെ ആ മൈൻഡിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. സൈക്കിക് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ബട്ട് എംബ്രിയോ സ്റ്റേജിലായിരുന്നത് 9 months കൊണ്ട് ഫിസിക്കലി ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസും ആയി. ബട്ട് പുറത്തു വരുമ്പോൾ മൈൻഡ് അപ്പോഴും എംബ്രിയോ സ്റ്റേജിലായിരിക്കും. സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറയുന്നത്. മനസ്സപ്പോഴും വളർന്നിട്ടില്ല. നമ്മൾ ചില ആളുകളെ കളിയാക്കില്ലേ, ശരീരം വളർന്നു പക്ഷെ മനസ്സിപ്പോഴും വളർന്നിട്ടില്ല എന്നൊക്കെ കളിയാക്കില്ലേ. ഹ്യൂമന്റെ കാര്യത്തിൽ അത് സെയിം ആണ്. അവരുടെ മൈൻഡ് ഡെവലപ്മെന്റിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. ബട്ട് അനിമൽസ് ദേ ആർ അഡാപ്റ്റിംഗ് വിത്ത് ദ സറൗണ്ടിങ്സ്, അഡാപ്റ്റിംഗ് വിത്ത് ദ എൻവയോൺമെന്റ്. ഹ്യൂമണിന് സമയമെടുക്കും. സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ആ നാച്ചുറൽ ഡെവലപ്മെന്റ് അത് നാച്ചുറൽ ആയിട്ട് തന്നെ വരണം. ആ ഡെവലപ്മെന്റ് നാച്ചുറൽ ആയിട്ട് വരണം. നാച്ചുറൽ ആയിട്ട് ആ ഡെവലപ്മെന്റ് വരാനായിട്ട് വി ദ കെയർ ഗീവേഴ്സ് റോള് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിക്ക് പറ്റുന്ന എൻവയോൺമെന്റ് നമുക്കറിയാം. പുറത്ത് തുടങ്ങിയ 3 years വരെയും കുട്ടി വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം. അപ്പൊ വീട്ടിലെ എൻവയോൺമെന്റ് ഇറ്റ് ഷുഡ് ബി ഗുഡ് ഫോർ ദി ഡെവലപ്മെന്റ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന രീതിയിൽ നല്ല രീതിയിലായിരിക്കണം ആ ഒരു എൻവയോൺമെന്റ്. ആഫ്റ്റർ 3 years ആണ് അത് അടുത്ത എൻവയോൺമെന്റിന്റെ അടുത്ത ഫേസ് ആയ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ടീച്ചേഴ്സ് നമ്മൾക്കാണ് അവിടെ റോള്, നമ്മൾ നോക്കണം. പിന്നെ 3ാമത്തെ കുട്ടി പോകുന്ന എൻവയോൺമെന്റ് അടുത്ത ഫേസ് ആണ് സൊസൈറ്റി. അപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഈ 3 ഇടങ്ങളുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇവിടെ നിന്നിങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ കുട്ടിയിലേക്ക് വന്ന് ദാറ്റ് വിൽ അഫക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഇത് സംഭവിക്കണം, തടസ്സങ്ങളൊന്നും പാടില്ല. പാർട്ട് 2 പല രീതിയിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കടന്നുപോയി. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് റീഡ് ചെയ്യുവാണെങ്കിൽ, സോ ഫസ്റ്റ് എനിക്ക് കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ് ആയിട്ട് വായിക്കണ്ടല്ലോ. ഫസ്റ്റ് 2 paragraphs റീഡ് ചെയ്യാൻ ആരാ റെഡി ആയിട്ടുള്ളൂ? Miss, I will read. Okay. Unit 3, Law of Natural Development. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk with hours after birth. Some can swim around and creep like puppies, but human babies can barely do anything at all. They cannot move on their own.
and they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move towards the ocean. A joy climbs into mother's pouch upon being born. Why are we born like this? It is because the animals have special aptitude which help them for their development. In the human child, instinct has withdrawn to give place to something higher, to the brilliance and will of man. Animals have merely to activate their instincts toward their specified behavior, and their physical life is limited to this. But in man, there is another fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of communication with its environment and as the spiritual embryo unfolds, Montessori opined. Thank you. സോ നമ്മളിവിടെ എന്താ പറഞ്ഞു വന്നത് അല്ലെ, ഹ്യൂമൻ ബേബീസിന്റെയും അനിമൽ ബേബീസിന്റെയും ആ ഒരു നമുക്ക് ഒബ്സർവ് ചെയ്തറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവണം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പകാലത്തെ വീടുകളിൽ ഈ പശു, അത് മിക്ക വീടുകളിലുണ്ട്. അപ്പൊ ഈ പശു പ്രസവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. ആ കുഞ്ഞെണീറ്റ് ഓടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിലോ തല ഉറച്ചിട്ടില്ല, നോട്ടം ശരിയായിട്ടില്ല, ഇപ്പൊ ശരിക്കും നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും മാറ്റങ്ങൾ നമ്മൾ വീട്ടിൽ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. തല ഇങ്ങനെ പിടിച്ചോളണം, തല ഉറച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ സപ്പോർട്ട് അവിടെ ശരിക്കും വേണം. അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുന്നത് എത്ര വയസ്സാകുമ്പോഴാണ് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത്? കുട്ടികൾ, മനുഷ്യക്കുട്ടികൾ ഒരു 3 വയസ്സ് കഴിയുമ്പോ വയസ്സിലാണ്. ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോ 1 വയസ്സാവാറാകുമ്പോഴേ തുടങ്ങും. ഞാൻ ചെയ്യാം, ഞാൻ തന്നെ കഴിച്ചോളാം അല്ലെ. ഓണത്തിന് ഇലയിട്ട് സദ്യ വിളമ്പുമ്പോ അവർക്കും വേണം ഒരില, ശരിയല്ലേ? അപ്പൊ നമ്മളിത് ആ ഒരു എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മള് തടസ്സം നിൽക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞാനൊരു ക്ലാസ്സിന് എന്റെ മോനെയും കൊണ്ട് പോയതാണ്. ഏകദേശം ഒരു 10-20 കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട്. മോൻ 8ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ തുടങ്ങിയുള്ള കുട്ടികൾക്കുള്ളതാണ്. 7th കുട്ടികളുണ്ട്, 8th കുട്ടികളുണ്ട്. പിന്നെ റിക്വസ്റ്റ് പറഞ്ഞിട്ട് 6ാം ക്ലാസ്സിൽ ഒരു കൊച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ഗ്രൂപ്പ് ആയിരുന്നു. ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു, 10th പഠിക്കുന്ന പെൺകുട്ടിയാണ്, ഒറ്റ മോള്. ടീച്ചർ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ കുട്ടി ഫോൺ നോക്കി ഇരുന്നിട്ട് കുട്ടീന്റെ അമ്മമ്മ പരിപ്പ് വട കൊടുക്കുന്നതാണോ? അതന്നെ ടീച്ചർ ഹാസ് ടോൾഡ് ഇറ്റ്. യെസ്. ബാക്കി കുട്ടികള്, ഈ 19 ബാക്കി കുട്ടികള് താനെ പോയി ചായ എടുക്കുന്നു, സ്നാക്സ് എടുത്ത് കഴിക്കുന്നു, ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നു, വേസ്റ്റ് പിന്നിൽ കൊണ്ടുവന്നിടുന്നു, വാ കഴുകുന്നു, വാഷ്റൂമിൽ പോയിട്ടൊക്കെ അവര് തിരിച്ചു വന്ന് അവരുടെ പ്ലേസിലിരിക്കുന്നു. ഈ കുട്ടീനെ 2 സൈഡിൽ നിന്ന്, ഒരു സൈഡിൽ നിന്ന് അമ്മ ചായ ആറ്റി കൊടുക്കുന്നു, ഒരു സൈഡിൽ നിന്ന് അമ്മ പരിപ്പ് വടയിലെ മുളകൊക്കെ എടുത്ത് ഓരോരോ പരിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല എപ്പോഴും. അപ്പൊ അത് ക്ലാസ് ലീഡ് ചെയ്ത 2 പേരായിരുന്നു. അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റം കാണാൻ പറ്റുന്നില്ലെന്ന് എന്നോട് ചോദിച്ചു. സോ അത് ഇങ്ങനെ അതായിരുന്നു. അത് അവിടെ കുട്ടിക്ക് സെഷൻ കൊടുക്കുന്നതിനൊക്കെ ബാക്കി കുട്ടികൾക്കൊന്നും ഇന്റർവെൻഷൻ ആവശ്യമില്ല എന്ന് ആ ക്ലാസ് എടുത്ത്, അതൊരു സൈക്കോതെറാപ്പി സെഷൻ ആയിരുന്നു കേട്ടോ, ഇന്റർവെൻഷന്റെ ആവശ്യമില്ല എന്ന് ക്ലാസ് എടുത്തവർ പറഞ്ഞു. പക്ഷെ ഈ കുട്ടിയുടെ കേസിൽ കുട്ടിക്കും വേണം, കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ്സിനും അമ്മയ്ക്കും വേണമെന്നും പറഞ്ഞു കൊടുത്തു. ഇതിലൊരു ഡിവോഴ്സി ആയിരുന്നു. അച്ഛൻ കുട്ടിയും ശ്രദ്ധിക്കില്ല, വൈഫിനെ ശ്രദ്ധിക്കില്ല. ഡിവോഴ്സ് ആയ കേസാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അച്ഛനോടും അടുപ്പമില്ല കേട്ടോ, കാരണം കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ, 10th ആയി ആ ഒരു ഏജും അങ്ങനെയൊക്കെ. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ അത്രയും അതിനെ കെയർ ചെയ്യുന്നത് എന്തോ. അപ്പൊ ഇതിനകത്ത് നമ്മള് പറഞ്ഞു സീ ടർട്ടിൽസിന്റെ കാര്യങ്ങളാണ്. ഇവിടെ ഉണ്ടല്ലോ EJOEY ആണേ, ഒരു ഇ ഉണ്ട്. അതായത് കാങ്കറൂന്റെ ബേബീനെ പറയുന്നതാണ് ജോയ്. ഓക്കെ. അപ്പൊ അനിമൽസ് എല്ലാം അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു നമ്മൾ പറഞ്ഞു. ഹ്യൂമൻസിന്റെ കാര്യം നേരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോലും, അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത ആ ഒരു ഇതിലായിരിക്കും അവർ വരുന്നത്, ജനിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവരുടെ മൈൻഡ് ഡെവലപ്മെന്റ്, അതായത് മൈൻഡ് പിന്നെ ഡെവലപ്പ് ചെയ്യുക. മൈൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുമായിട്ട് അത് കണക്റ്റഡ് ആണല്ലേ. മൈൻഡ് ഡെവലപ്ഡ് ആയാലാണ് ഇവരുടെ ബുദ്ധി, ഇന്റലക്ച്വൽ ലെവലിന്റെ വ്യത്യാസം വരുള്ളൂ. ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, പിന്നെ അതുപോലെ തന്നെ മൈൻഡ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലാണ് ഇവരുടെ മൂവ്മെന്റിലെ ബാലൻസ് കൺട്രോൾ ശരിയാവുള്ളൂ. അപ്പോൾ ഈ മൈൻഡ് ഡെവലപ്മെന്റ് എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണെങ്കിലും
ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാമായിട്ട് കുട്ടിയുടെ ഒരു ബ്രില്യൻസ് ഫോം ചെയ്യുന്നതിന്റെ എല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പല സമയങ്ങൾ കൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് പ്രോസസ് നടക്കുന്നത്. പല ഫാക്ടേഴ്സ് ഈ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കുട്ടിക്ക് ഉള്ളിൽ തന്നെ ചില ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരും. ഓക്കെ, സോ ലൈക്ക് 2 ഫാക്ടേഴ്സ് കുട്ടിയുടെ ഉള്ളിൽ ഒരു ടൂൾ ആയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് അബ്സോർബൻ മൈൻഡും ഒന്ന് സെൻസിറ്റീവ് പീരീഡും. ഈ കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും സറൗണ്ടിങ്സുമായിട്ട്. ഒരു ശബ്ദം കേട്ടാൽ അവർ അങ്ങോട്ട് ശ്രദ്ധിക്കും. എന്തെങ്കിലും മൂവ് ചെയ്താൽ അവർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കും. ഒരു പെർട്ടിക്കുലർ കളർ കാണുമ്പോൾ അവർ ശ്രദ്ധിക്കും. എന്തെങ്കിലും സാധനം നിലത്ത് കിടക്കുന്നുണ്ടോ ഓടിപ്പോയത് എടുത്തു നോക്കും, നിലത്തേക്ക് തല്ലി നോക്കും, കടിച്ചു നോക്കും. അങ്ങനെ എന്തൊക്കെ സെൻസസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അത് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ആ ടൈമിലെ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. ഒരു സ്പഞ്ച് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടിയുടെ മനസ്സും എന്ത് കേട്ടാലും അത് മുഴുവൻ ഉള്ളിലേക്ക് എടുക്കും. ബട്ട് അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ പറ്റിക്കും അല്ലെ, എല്ലാരും പലതും പറഞ്ഞു. ബട്ട് ആഫ്റ്റർ 3 years ഈ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വഴിമാറും, ചേഞ്ച് ആവും. അതായത് അവർക്കറിയാം what is റൈറ്റ്, എന്താണ് ശരി. കുഞ്ഞു പ്രായത്തില് അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് നാളെ കിട്ടും എന്നുള്ള രീതിയിൽ. ബട്ട് കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും അതങ്ങനെ പിടിക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ ഈ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് ഗ്രാജുവലി ചേഞ്ച് ആവുക. അവർക്ക് അവരുടെ ബ്രില്യൻസ് എല്ലാമായിട്ട് കണക്റ്റഡ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറച്ച് അധികം ഉണ്ട്, ഇച്ചിരി ഇടയ്ക്ക് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇൻട്രോ പറഞ്ഞ് ഇത് പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ആ ഹ്യൂമന്റെ നാച്ചുറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മളുടെ ചില അറിവില്ലായ്മ കൊണ്ട് ആ ഡെവലപ്മെന്റ് എന്തൊക്കെ സംഭവിക്കാം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവർ വളരുന്ന എൻവയോൺമെന്റിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ഇതിൽ വരും അല്ലെ. കുഞ്ഞിനെ ഒന്ന് പേടിപ്പിക്കുവാണ് നമ്മള്. കുട്ടി ഭയങ്കരമായിട്ട് നമ്മൾ വഴക്ക് പറയുകയോ പേടിപ്പിക്കുകയോ ഷൗട്ട് ചെയ്യാൻ അറിയില്ല. ചെറിയ കുട്ടികളുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേ. ചെറിയ കുട്ടികളാണെങ്കിലും ഇത്തിരി വലിയ കുട്ടികളാണെങ്കിലും നമ്മൾ ഷൗട്ട് ചെയ്ത് നമ്മൾ വഴക്ക് പറയുകയും തല്ല് തന്നെ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ കുട്ടി ഭയങ്കര വിഷമായിരിക്കും. അത് ഇതിന്റെ മൈൻഡിൽ ഇങ്ങനെ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. അപ്പം ഇത് ഉറങ്ങാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ എങ്ങലടിക്കണ കേൾക്കാം, ഞെട്ടുന്ന കാണും. അതൊക്കെ ഡ്യൂ ടു ദിസ് ഇൻസിഡന്റ് ആയിരിക്കും. പറയുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ വഴക്ക് പറയുകയോ തല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നതിന് മുമ്പ് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം അവർ ഉറക്കാൻ. അത് അവർ ഉറങ്ങിപ്പോയെങ്കിൽ ഓടി ചെന്ന് അടി കൊടുത്ത് അവരെ എണീപ്പിച്ചിട്ട് ഹഗ് ചെയ്ത് അവർ കിസ് ചെയ്ത് അവരെ സമാധാനിപ്പിച്ച് ഉറക്കാം. അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നതാണല്ലോ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. സമാധാനമില്ലാത്ത ഉറങ്ങുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവില്ല. ഓക്കെ, സോ ഈ നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുക? നമ്മൾ രണ്ടും കൂടെ കമ്പാരിസൺ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞത്. അനിമൽ ഹ്യൂമൻ ബേബീസ്, ഹ്യൂമൻ ബേബീസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അവരുടെ ഉള്ളിലുള്ള ടൂൾസ്, ഇവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട്, പുറത്ത് എന്തൊക്കെ വേണം, ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. പാരഗ്രാഫ്സ് ഇവിടെ വരെ വായിക്കാലോ. ഈ ഒരു ഫ്ലോ ഡയഗ്രാം പോലെയാണ്. ആരാ റെഡി? For the child to self-build himself, she concluded that the child must possess within a predetermined psychic pattern which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to term with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop a sensitive period and an absorbent mind. Montessori described the spiritual embryo or predetermined psychic pattern as a set of laws, the laws of natural development. These are the inborn powers which makes the helpless human babies into the most powerful species on earth.
നമുക്ക് വേണ്ടത് കുട്ടി തന്നെ ബിൽഡ് ആവണം, തന്നെത്താനെ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, പിന്നെ കുട്ടിയുടെ മനസ്സ്, കുട്ടിയുടെ മൈൻഡിന്റെ പാറ്റേൺസ് എങ്ങനെയായിരിക്കും, അത് ബർത്ത് സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അതിന് സ്പിരിച്വൽ, അതായത് മൈൻഡ് എപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറയുന്നത്. സൈക്കിക് പാറ്റേൺ റിവീൽ ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന് എൻവയോൺമെന്റ്, അതായത് സറൗണ്ടിങ്സ്. നമ്മൾ കുട്ടി പോകുന്ന എൻവയോൺമെന്റിന്റെ 3 ഫേസസ് പറഞ്ഞു. ഹോം, സ്കൂളിൽ പോകാറായിട്ടുള്ളതാണെങ്കിൽ സ്കൂൾ, ദെൻ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അല്ലെ? ഈ 3 ഇടങ്ങളിലേക്ക് കുഞ്ഞ് പോകും. അപ്പൊ ഈ 3 ഇടങ്ങളും ആ ഒരു സറൗണ്ടിങ്സ് കുട്ടിയുടെ സൈക്കിക് പാറ്റേണിന്റെ ഡെവലപ്മെന്റിന് പറ്റുന്നതായിരിക്കണം. സൊസൈറ്റിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അബ്യൂസ് കുട്ടിക്ക് നേരിട്ട് ദാറ്റ് വിൽ അഫക്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ഹിസ് മൈൻഡ്. ആ സൈക്കിക് പാറ്റേണിൽ അപ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഈ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ആവാൻ, കൊളാബറേറ്റ് ആവാനായിട്ട്, കണക്ട് ആവാനും എൻവയോൺമെന്റിലെ കാര്യങ്ങൾ മനസ്സിലാകാനും, ടു അണ്ടർസ്റ്റാൻഡ്, അതെല്ലാം ആ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഉള്ള ഒരു സ്പേസ് കുട്ടിക്ക് വേണം. പിന്നെ വേണ്ടത് ഫ്രീഡം ആണ്. ഫ്രീഡം, അവനെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ടു റിവീൽ ഹിംസെൽഫ്. അവന്റെ ഉള്ളിലുള്ള ഐഡിയാസ് എല്ലാം പുറത്തു വരണം. ഓക്കെ, ഏതോ ഒരു മൂവിയിൽ കാണണ്ടായിരുന്നു ഒരു കുട്ടി മെഡിസിൻ പഠിക്കുന്നത് ഡിസൈൻ ചെയ്യുക. അച്ഛൻ വലിയ ഡോക്ടറാ, കുട്ടിയെ അച്ഛൻ വേറെന്തോ ഡോക്ടർ, ഇത് പറഞ്ഞാണോ എനിക്കറിയില്ല. ഹലോ, എന്താ? ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ, മമ്മൂട്ടിയുടെ ഒരു ഫിലിമിൽ ഉണ്ട്. അച്ഛൻ ഡോക്ടറാണ്, മോൻ അതാണ് പഠിക്കുന്നത്, പക്ഷെ മോൻ അതിലല്ല ഇൻട്രസ്റ്റ്. ആ തന്നെ, യെസ്. അപ്പൊ അങ്ങനെയൊക്കെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന ട്രോമ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്പടികം മൂവി, അല്ലേ? അപ്പൊ ആ ഒരു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടീനെ ചെറുപ്പത്തിലെ അച്ഛൻ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് തടസ്സം നിന്നപ്പോഴേക്കും ആളുടെ ലൈഫേ മാറി പോവുകയാണ്. അവരുടെ ഫാമിലി മൊത്തം, ഫാമിലിയിലെ കാര്യങ്ങളും മാറി മാറി പോകുന്ന രീതിയിലാണ് അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പലതും കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട്. സോ അപ്പൊ 2 കാര്യങ്ങളാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, 2 കണ്ടീഷൻസ്. ഒന്ന് നമ്മൾ പറഞ്ഞു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്. രണ്ടാമത്തത് കുട്ടിക്ക് കിട്ടുന്ന ഫ്രീഡം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി ഷുഡ് പ്രൊവൈഡ് ദം ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്. ഫ്രീഡം കൊടുക്കാതെ എല്ലാത്തിനുമുള്ള ഫ്രീഡം അല്ല, നമ്മളുടെ ഒരു കൺട്രോൾ വേണം. ആ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മളൊരു വട്ടം ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിന്റെ ആ ഒരു സൈസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതുപോലെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ബട്ട് കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം ആ ഫ്രീഡം. അവന് മനസ്സിലാകരുത് നമ്മളുടെ ഒരു കൺട്രോളിലാണ് ഫ്രീഡം എന്നുള്ളത് മനസ്സിലാകാത്ത രീതിയിൽ. അപ്പൊ അവന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ വരും. ഈ 2 കണ്ടീഷൻസും ഇല്ലെങ്കിൽ കുട്ടിയുടെ സൈക്കിക് ലൈഫ് ശരിയായ രീതിയിലുള്ള പൊട്ടൻഷ്യലിലേക്ക് പോകില്ല. അവന്റെ പേഴ്സണാലിറ്റി എന്ന് മുരടിച്ചു പോകും. വളർച്ച മുരടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ചെടി നല്ല സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നാൽ മാത്രമല്ല ചെടി വളരുള്ളൂ, അല്ലെങ്കിൽ അത് മുരടിച്ചു പോകും, അല്ലെ? തെങ്ങൊക്കെ മണ്ടയിൽ വായിച്ചു പോകുന്നൊക്കെ പറഞ്ഞ പോലെ മുരടിച്ചു. സോ ഇസ് പേഴ്സണാലിറ്റി വിൽ ബി സ്റ്റാൻഡേർഡ്. ഈ 2 കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും ചേർക്കുക. സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ 3 ഏരിയ മനസ്സിൽ വരണം. വീട്, സ്കൂൾ, ദെൻ സൊസൈറ്റി. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ 3 എണ്ണവും അതിൽ ഉൾപ്പെടും. പിന്നെ ഫ്രീഡം എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ലിമിറ്റ്സ്, അതും കൂടെ വരണം. അതൊക്കെ അവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ കുട്ടിയുടെ പേഴ്സണാലിറ്റി നല്ല പൊട്ടൻഷ്യൽ വരണമെങ്കിൽ ഇത് 2 വേണം, ഇല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച മുരടിച്ചു. ഇനി കുട്ടിയുടെ ഉള്ളിലുള്ള ടൂൾസ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. ആ ഒരു കഴിവ് കുട്ടിക്കുണ്ട്. അപ്പൊ ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും ഈ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് മാറും. കുട്ടിക്ക് മനസ്സിലാവും എന്താണ് റിയൽ, ഇത് പറ്റിക്കാനൊന്നും പറ്റില്ല, ആ ഒരു ലെവലിലേക്ക് പോകും. ഇതൊരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ ആയിട്ടാണ് മോണ്ടിസോറി പറയുന്നത്. ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോ, ഭ്രൂണാവസ്ഥയിലുള്ള മനസ്സ്. അപ്പോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻബോൺ പവേഴ്സ് ആണ് ഹ്യൂമൻ ബേബീസിന്റെ. അങ്ങനെയാണ് ഹ്യൂമൻസ് ആണ് മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ഓൺ എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ കറക്റ്റ് എൻവയോൺമെന്റിലെ ശരിയായ രീതിയിലുള്ള ഫ്രീഡം കിട്ടി
ഡെവലപ്പ് ആകുന്ന കുട്ടി സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും യൂസ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആവുന്ന കുട്ടികളാണ് പിൽക്കാലത്ത് അഡൾട്ട് ആവുമ്പോഴേക്കും ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതൊരു ഫ്ലോ ഡയഗ്രാം പോലെ കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇച്ചിരി വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ഇച്ചിരി ബ്ലേഡ് ആയിട്ടായിരിക്കാം. നമുക്കത് പറഞ്ഞു പോവാം. ഇവിടെ ചൈൽഡ് അല്ലെ, ചൈൽഡിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. ഈ പാറ്റേൺ നമ്മൾ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടീഷൻസ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞ 2 കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, ഫ്രീഡം. ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. എൻവയോൺമെന്റിന് അവിടെ 3 ആരോ ഇട്ടിട്ട് ഹോം, സ്കൂൾ, സൊസൈറ്റി. ഫ്രീഡം ബ്രാക്കറ്റിലിടാം, വിത്തിൻ ദ ലിമിറ്റ്സ്. എപ്പോഴാ അത് ഓർക്കുക? മോണ്ടിസോറി മെത്തേഡിലെ ഫ്രീഡം എന്ന് പറയുന്നത് വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, ഏതൊരു കുഞ്ഞും വളർന്നു വരുമ്പോ അവന്റെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കും. അവന് നെസസറി ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ എൻവയോൺമെന്റ്, അത് ഓർക്കണം. ഇനി ഇന്റേണൽ എയ്ഡ്സ്, കുട്ടിക്ക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിക്കുള്ളിലുള്ള പവർ. ആ 2 എണ്ണമാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല അല്ലെ, നമ്മളെ പോലെ 100 കൂട്ടം ടെൻഷൻസ് ഒന്നുമില്ല കുഞ്ഞു പ്രായത്തിൽ. അവർക്കെല്ലാം ചുറ്റും കാണുന്ന കാര്യങ്ങളുമായിട്ട് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവരവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യും. കാണും, കേൾക്കും, ടച്ച് ചെയ്ത് നോക്കും, എറിഞ്ഞു നോക്കും, പിടിച്ചു നോക്കും, മാന്തി നോക്കും, കടിച്ചു നോക്കും അല്ലെ. അവരുടെ എല്ലാ സെൻസും അവർ യൂസ് ചെയ്യും. പിന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. കാണുന്നത് മുഴുവൻ അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഇംപ്രഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തങ്ങ് കിടക്കും അല്ലെ. മെമ്മറിയിൽ രജിസ്റ്റർ ആവാന്നൊക്കെ പറയുന്നത് ഇങ്ങനെ രജിസ്റ്റർ ആയിട്ടിരിക്കും. ഇനി ഈ സൈക്കിക് പാറ്റേൺ, ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ വരുന്നത് ഫസ്റ്റ് വണ്ണിൽ വരുന്നത് ലോ ഓഫ് വർക്ക്. ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടി ആക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ചില പ്ലേ ആയിരിക്കാം, എന്തെങ്കിലും ഗെയിം കളിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും കളിക്കുന്നതായിരിക്കാം. ദാറ്റ് ഇസ് വർക്ക്. കുട്ടി പറയുമ്പോൾ അത് വർക്കാണ്. അപ്പൊ അതിന്റെ രീതി, ദാറ്റ് ഇസ് ലോ ഓഫ് വർക്ക്. പിന്നെ അവർ ഓരോന്നും ചെയ്ത് വരുമ്പോഴേക്കും അവരിൽ ഇൻഡിപെൻഡൻസ് ഫോം ചെയ്യുന്നു. അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, താഴെ അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പിന്നെ പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ അല്ലെ. ശ്രദ്ധിച്ച് നമുക്ക് കാണാം, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ അതിലെ പോയാൽ പോലും അവരറിയില്ല. ചിലപ്പോൾ ശബ്ദം എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒന്ന് നോക്കും, പിന്നെ വീണ്ടും അവരവരുടെ ചെയ്യുന്ന പണിയിലേക്ക് ശ്രദ്ധിക്കും. അപ്പൊ അതാണ് അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ. പിന്നെ അവരിൽ ഉണ്ടാകുന്ന ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്, പല ഡിസ്കവറീസ്, അവരുടെ കയ്യിലുള്ള ടോയ്സ് വെച്ച് പല ഡിസ്കവറീസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് നെക്സ്റ്റ് അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇല്ലേ, ഇമാജിനേഷൻ. ഇവര് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെ സ്കൂളിലെ സംഭവങ്ങൾ ഭയങ്കര ഇമാജിൻ ചെയ്ത് ക്രിയേറ്റീവായിട്ട് കഥ പറയുന്ന പോലെ ചില കുട്ടികൾ പറയും. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ, അങ്ങനെ പറയും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ട്രൂ സൈഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അത് അവരുടെ വലുതാകുമ്പോൾ അവരുടെ അക്കാദമിക്സ് ലെവലിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഇത് ഫാന്റസിയിലേക്ക് പോകരുത്. കുട്ടികൾ ഫുൾ ആ ഒരു ഫാന്റസി വേൾഡിലായി പോകും. ഒരുതരം ഡിഫൻസ് മെക്കാനിസം ആണ്, ഒരു സൈക്കോളജിക്കൽ ഇതാണ്. ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അത് നല്ല ഇതിലേക്ക് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. അവര് പുതിയ പുതിയ ഡിസ്കവറീസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം, ഒരു 6-7 സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ എക്സിബിഷൻ ഒക്കെ വയ്ക്കുമ്പോൾ ചില കുട്ടികൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരും. കാരണം ആ ഒരു ടൈമിൽ അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പീക്കിലേക്ക് ആയിരിക്കുന്ന ഒരു ടൈം. അപ്പൊ അതെല്ലാം നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിന് തിരിച്ചുവിടാം. അതിന് ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ അതേസമയം ചില കുട്ടികൾ ഇത് കൂടിയിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകും. അവരൊരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന പോലെ അവരുടേതായ ഒരു ഫാന്റസി വേൾഡ് ഉണ്ടാക്കി. കാരണം പുറത്തുനിന്നുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും അവർക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, മടി പിടിച്ച് അങ്ങനെയും പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷണൽ ഓർ സ്പിരിച്വൽ ലൈഫ്. അവരുടെ ഇമോഷണൽ ആ ഒരു എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് വരുവാണ്. അവരുടെ ഇന്റലക്ച്വലുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. പിന്നെ സ്പിരിച്വൽ ലൈഫ്, ദാറ്റ് ഇസ് മോറൽ വാല്യൂസ്, പല രീതിയിലുള്ള മോറൽ വാല്യൂസ് അവരിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഗ്രോത്ത്, കുട്ടികളുടെ പല സ്റ്റേജസ്, ഓരോ ഏജിലും കുട്ടികളുടെ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ഗ്രോത്ത്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്.
കുട്ടികളുടെ ഡെവലപ്മെന്റ് അതൊരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കുട്ടിക്ക് വേണ്ടുന്ന 2 കണ്ടീഷൻസ് മെയിൻ ആയിട്ടുണ്ട്. സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. പിന്നെ കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്റേണൽ എയ്ഡ്സ് ടൂൾസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡ് ആണ്, അവർക്ക് അബ്സോർബന്റ് മൈൻഡ് ആണ്. ഓക്കെ, പിന്നെ ഓരോന്നായിട്ട് നമ്മൾ പറയാം. ലോ ഓഫ് വർക്ക്. സോ ആ 2 പാരഗ്രാഫ് ആർക്കെങ്കിലും വായിക്കാമോ? ലോ ഓഫ് വർക്ക്. Law of work. Montessori assumes that children prefer work to play. Love of work includes the ability to choose the work freely and to find serenity and joy in work. According to Maria Montessori, children at Casa di Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state that the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children become normal. Among the revelations the child has brought us, there is one of fundamental importance, the phenomenon of normalization through work. It is certain that the child's aptitude for work represents a vital instinct, for without work his personality cannot organize itself and deviates from the normal lines of its construction. Man builds himself through working. സ്കൂളിലായതെടുത്താന്ന് തോന്നുന്നു അല്ലെ? ഭയങ്കര അവിടെ വേറെ ആരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ലോ ഓഫ് വർക്ക്. ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റി. ഓൾവേസ് ഡൂയിങ് ദ ആക്ടിവിറ്റി വിത്ത് ദ ഹാൻഡ്. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ഹാൻഡ് എന്ന് പറയുന്നത്. കുട്ടികൾ എപ്പോഴും അവർക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. പ്രിഫർ വർക്ക് ടു പ്ലേ, അതായത് വർക്ക് പ്ലേ എന്നാണ് പറയുന്നത്. അവരുടെ കളിയെ ആണ് അവരുടെ ജോലിയായിട്ട് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇതില് എബിലിറ്റി, അതായത് ഈ വർക്ക് പ്ലേ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റണം. അവർ കളിക്കുന്നത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം നോക്കും അവിടെ വെക്കും. പിന്നെ അവർക്ക് സ്പൂണും വെള്ളവും ഗ്ലാസും ഒക്കെ മതിയായിരിക്കും, ഒരു കുപ്പിയുടെ അടക്കോ ഒക്കെ മതിയായിരിക്കും അവർക്ക് കളിക്കാൻ. അവർക്ക് ഫ്രീ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടു കൂടി അവർക്ക് ചെയ്യാൻ പറ്റണം അവർ ചെയ്യുന്ന കളി, മീൻസ് ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വർക്ക് ചെയ്ത് ശരിക്കും ഇവരിൽ അങ്ങനെയാണ്. ഇവരിൽ പലപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു, അവർക്കൊരു ഓർഡർ ഫോം ചെയ്യുന്നു, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുന്നു, അവർ ഒബീഡിയന്റ് ആവുന്നു. അല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞ് ഒന്നുമല്ല ഇവരിൽ ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ വരുന്നത്. ഇതെല്ലാം തന്നെ ഇവരിൽ ഡെവലപ്പ് ആകും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കാസ ഡി ബാംബിനി എന്നുള്ള ഫസ്റ്റ് മോണ്ടിസോറി സ്കൂളിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ? സ്ലം ഏരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു സ്കൂള്. സ്ലം ഏരിയയിലെ കുട്ടികളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അവരുടെ പാരന്റ്സ് ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോകും. കുട്ടികൾ ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ നടക്കും. സോ അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റീസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കസഡയോ. ആക്ച്വലി കസഡ കമ്പനിയിൽ ഈ കുട്ടികൾ വന്നപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആ എൻവയോൺമെന്റുമായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം അവർ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടന്നൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടന്ന കുട്ടികളായിരുന്നല്ലോ. ഒരിടത്ത് പിടിച്ച് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇരുത്തുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർ ഡീവിയേറ്റഡ് കുട്ടികൾ തന്നെയായിരുന്നു. അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ശരിക്കും ഫസ്റ്റ് ടാസ്ക്. അതിനു വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് മോഡിഫൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ അഗ്രസീവ്നെസ് ഒക്കെ മാറി, അൺഫ്രണ്ട്ലി നേച്ചർ, ഹോസ്റ്റിലിറ്റി, അൺഫ്രണ്ട്ലി നേച്ചർ ഒക്കെ മാറി. അവർ പെട്ടെന്ന് തന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് അവിടെയുള്ള പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മെറ്റീരിയൽസുമായിട്ട് അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. അവരുടെ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ അതെല്ലാം മാറ്റി, എല്ലാം നശിപ്പിക്കുന്ന ഒരു രീതികളെല്ലാം മാറി. കുട്ടികളെല്ലാം വളരെ എൻജോയ് ചെയ്ത് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. മറ്റുള്ള കുട്ടികളുമായിട്ട് നല്ല ബന്ധമായി, മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ് അതെല്ലാമാണ്. അതാണ് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഒരു ഇത്. ആ ലോ ഓഫ് വർക്ക് അത് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഓക്കെ,
അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. അത് കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്, ഒരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ അവരെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്. അവർ പിന്നെ അറ്റൻഷൻ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി ഓരോ മെറ്റീരിയൽസും അവരെ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവര് ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരാൾ കുട്ടി അത് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള അവരുടെ ആ നേച്ചർ മാറി. കാരണം ഇവർക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടുന്നുണ്ട് ശ്രദ്ധയോടുകൂടി ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യാൻ. അപ്പൊ മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ചെയ്യരുത്, ആ രീതിയിൽ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ഇതൊരു നോർമലൈസേഷൻ, കുട്ടികളുടെ നോർമലൈസേഷൻ ആയിട്ടാണ് മോണ്ടിസോറി പറയുന്നത്. നമുക്കുണ്ട് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്. അതായത് മറിയ മോണ്ടിസോറിയുടെ ലാംഗ്വേജില്, മറിയ മോണ്ടിസോറിയുടെ ഒരു വ്യൂസില് നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് എന്നല്ല മീനിങ്. ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ നമ്മൾ 10 പേരുണ്ട്, നമ്മൾ 10 പേരും 10 ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഞാൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അതേസമയം ഞാൻ ഗീതയെ ഡിസ്റ്റർബ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ഐ എം നോട്ട് നോർമലൈസ്ഡ്. ഞാൻ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡാണ്, ഞാൻ ഡീവിയേറ്റഡ് ആണ്. സോ ഞാൻ നോർമലൈസേഷനിലേക്ക് വരണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അറ്റൻഷനോട് കൂടി ചെയ്യുകയും ബാക്കിയുള്ളവരെ ഞാൻ ഉപദ്രവിക്കാതിരിക്കുകയും സപ്പോർട്ടീവായിട്ട് ഹെൽപ്പ് കൊടുക്കണമെങ്കിൽ ഹെൽപ്പ് കൊടുക്കുന്ന രീതിയിലാവുമ്പോഴാണ് നോർമലൈസ്ഡ് ആകുന്നത്. ഓക്കെ, ഇത് സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റീസ് കൊടുത്തപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ നോർമലായി. ഇത് കാസാഡി ബർമനിയിൽ കണ്ട ഒരു കാര്യമായിരുന്നു ഈ നോർമലൈസേഷൻ. അപ്പൊ ലോ ഓഫ് വർക്ക് അതാണ്. കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവർ അതിലെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുകയും ചെയ്യും. അവരുടെ പതുക്കെ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ, ഓർഡർ, വർക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം, ലവ് ഓഫ് വർക്കും വരും, ഇഷ്ടം വരും. അവരുടെ ഡെവലപ്മെന്റും വ്യത്യാസം വരും. അവരുടെ ഹാൻഡ് കൂടുതൽ യൂസ് ചെയ്യുന്നു, ബ്രെയിൻ യൂസ് ചെയ്യുന്നു, ഐസ് യൂസ് ചെയ്യുന്നു, എല്ലാ സെൻസസും യൂസ് ചെയ്യുന്നു. സോ അവരുടെ ഡെവലപ്മെന്റും വ്യത്യാസം ഉണ്ടാവും. നോർമലൈസേഷൻ ഇസ് അറ്റൈനിങ് ത്രൂ ദിസ് വർക്ക്. ഈ ആക്ടിവിറ്റിയിലൂടെയാണ് നോർമലൈസേഷൻ വരുന്നത്. നിങ്ങൾ അല്ലാതെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ വരുമ്പോൾ കുറെ കൺഫ്യൂഷൻ വരും. കണ്ടന്റിലേ ഉള്ളൂ. ആ കുട്ടികളെ നോർമലൈസേഷനിലേക്ക് പോയ കാര്യങ്ങൾ പറയുവാണ്. വളരെ പീസ്ഫുൾ ആയിട്ട് അവർ മാറിയതും അവരുടെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, പിന്നെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ എല്ലാം മാറിയതുമാണ് അതിനകത്ത് പറയുന്നത്. അത് ത്രൂ വർക്കാണ്, ആക്ടിവിറ്റിയിലൂടെയാണ് അവരത് മാറിയത്. പിന്നെ അതങ്ങനെ കുട്ടികളുടെ ഈ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു ഇഷ്ടം, വർക്കിനോടുള്ള ഇഷ്ടം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വിത്തൗട്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാതെ, വിത്തൗട്ട് വർക്ക് അവരുടെ പേഴ്സണാലിറ്റി ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരിക. ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷനിൽ, സെൽഫ് ഡെവലപ്മെന്റിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യാതെ മടിപിടിച്ച് ഒരു ചെയറിൽ കൂടിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിച്ചു. നമുക്ക് ചില സമയങ്ങളിൽ കാണാറില്ലേ, വീട്ടില് നമ്മൾ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി, ഒരു മാരേജ് ഫംഗ്ഷൻ വിചാരിച്ചോ, മോർണിംഗ് അവിടെ ഫുഡ് ഉണ്ട്, ഉച്ചയ്ക്ക് അവിടെ ഫുഡ് ഉണ്ട്, വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്, നമ്മൾ അന്നത്തെ ദിവസം വീട്ടിലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഒരു മടി പിടിച്ചൊരു അവസ്ഥയായിരിക്കും. നമുക്കൊരു വൈകുന്നേരം ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ നമുക്കങ്ങ് മതിയാവും, ഒരു ഉഷാർ ഉണ്ടാവില്ല, ആ ഒരു രീതിയിൽ മാറും. നമ്മൾ അതേസമയം വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ അന്ന് നല്ല ഫ്രഷ് ആയിട്ട് നമ്മളിരിക്കും അല്ലെ. അത് ഇല്ലാണ്ടാവുന്ന നമ്മളുടെ നോർമൽ എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ അതാണ്. അത് ഇല്ലാതാകുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും സഫോക്കേഷനും ഒക്കെ തോന്നില്ല. സോ മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഓരോ പ്രായമാകുമ്പോഴും നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. വെറുതെ ഇരിക്കാൻ വയ്യ, അടങ്ങിയിരിക്കാൻ വയ്യ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ആ ഒരു തോട്ടാണ്. സോ ദാറ്റ് ഈസ് അവർ പേഴ്സണാലിറ്റി. നമ്മൾ സെൽഫ് മെയ്ഡ് ആവുന്നത് അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് അറിയാം, കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യുന്നു, ഗ്രോണപ്സ് ആക്ടിവിറ്റിയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെയും ഗ്രോണപ്സിന്റെ തമ്മിലൊരു വ്യത്യാസം നമ്മൾ പറയുവാണ്. കുട്ടികളെ ഒരു സെയിം ആക്ടിവിറ്റി തന്നെ ഒരു കുഞ്ഞിനും ഒരു ഗ്രോണപ്പിനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം? നമ്മളിത് പറഞ്ഞിരുന്നോ കമ്പാരിസൺ? ഗ്രോണപ്സ് അതിന്റെ റിസൾട്ടിൽ എൻജോയ് ചെയ്യുന്നു. കിഡ്സ് ഡൂയിങ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ആക്ടിവിറ്റി ലൈക്ക് ചെയ്യുന്നു. റിസൾട്ടിൽ മാത്രമാണ് ഗ്രോണപ്സ് ഫോക്കസ് ചെയ്യുന്നത്. അതെ അതെ, യെസ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മള് വീട്ടിൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളൊരു ജഗ്ഗില് വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ പൾസസ് കണ്ടെയ്നറിലേക്ക് ഇടുക. ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ ആ ജോലി ഏൽപ്പിച്ചതിന്റെ ഒരു പ്രിവിലേജ് എന്നെ ഏൽപ്പിച്ചു, സോ ഐ എം സംതിങ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഫീലൊക്കെ അവർക്ക് വരും ഭയങ്കരമായിട്ട്.
അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും കുറെ കൂടെ അങ്ങ് പ്രായം എന്തെങ്കിലും പണിയേൽപ്പിക്കുമ്പോഴാണ് ഓ വയ്യ ഞാൻ പിന്നെ ചെയ്യാം. ആ ഒരു ഏജെല്ലാം ഈ ഒരു 0 to 6 ഇയേഴ്സിന്റെ കാര്യമാട്ടോ പറയുന്നത്. ആ കുട്ടികൾ അവർ ആ ആക്ടിവിറ്റി വർക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇത് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രോണപ്പും അതുപോലെ തന്നെ ചൈൽഡും. സോ വി ഹാവ് ദിസ് മച്ച് പോയിന്റ്. ഇത് മുഴുവനും മുഴുവൻ വേണ്ട, നമുക്ക് 2 points വെച്ച് റീഡ് ചെയ്ത് പോവാം. ഫസ്റ്റ് 2 points. The work of a child is different from that of a grown-up. The aim of the child's work is not a visible one, but of an internal one. That is for self-construction. An adult work to complete an activity. The child work in order to develop through work. He established concentration, high motor development, work habit, and more importantly, his self-concept. Next point. The child attends a law of maximum effort. To succeed by himself, he boosts his efforts. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child captures his development. So കുട്ടികളുടെയും ഗ്രോണപ്സിന്റെയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഗ്രോണപ്സിൽ എങ്ങനെയാണ്, കുട്ടികളിൽ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അഡൾട്ട് ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് അത് കംപ്ലീറ്റ് ചെയ്യാം. കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഓർഡറിൽ ആ വർക്ക് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ, മോട്ടോർ ഡെവലപ്മെന്റ്, വർക്ക് ഹാബിറ്റ്, സെൽഫ് കൺസെപ്റ്റ്, അത് കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അഡൽട്ട് ഓൾറെഡി ഇതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരു ബോട്ടിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ ദേ നോ ഹൗ ടു പോ ദ വാട്ടർ, ഹൗ ടു ഫിൽ ഇറ്റ്, അതൊക്കെ ആൾക്കാറില്ല. സ്പില്ല് ചെയ്യാതെ നോക്കാൻ അറിയാം, അതാ സ്പില്ല് ചെയ്താൽ എന്ത് ചെയ്യണം, ഇതെല്ലാം ആൾക്കറിയാം. കുട്ടികളുടെ ഒരു ഗൈഡൻസും വേണം, ഒരു സപ്പോർട്ടും വേണം. ബട്ട് ദേ ലവ് ടു ഡു ദ വർക്ക്. അവർക്ക് അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്, അവരെ കൈ പിടിക്കുന്നതും എല്ലാം അവർക്ക് അതിനോടുള്ള താല്പര്യം എല്ലാം വരുന്നു. അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫീൽ ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്യും. പിന്നെ ഈ എഫേർട്ട് എടുത്തു, ടൈം എടുത്ത് അതിലേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും, ഹാപ്പിനെസ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ കൈകൊട്ടി ആ ഹാപ്പിനെസ് അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സംടൈംസ് നമ്മൾ കാണുന്നുണ്ടല്ലേ കുട്ടികളെ. അപ്പൊ അതുകൊണ്ട് തന്നെത്താൻ അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് അവരിൽ വരും. അവരിൽ ഒരു അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ് ചെയ്തതിന്റെ ഒരു നേട്ടം കിട്ടിയതിന്റെ, ഐ ക്യാൻ ഡു ദിസ്, ഐ എം ഗുഡ് എന്നുള്ളൊരു ഫീൽ, ഒരു സെൽഫ് കൺസെപ്റ്റ് അവരിൽ വരും. പക്ഷെ നമ്മള് എപ്പോഴും ഇവർക്ക് ഇന്റർവെൻഷൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, സോക്സും ഷൂ ഒക്കെ ഇടുന്ന കുട്ടിയാണെങ്കിൽ ലെറ്റ് ഹിം ഡു ഇറ്റ് ബൈ ഹിംസെൽഫ്. ബട്ടൺ ചെയ്യുന്നു, ബട്ടൺ ഇടുന്നു ഷർട്ടിന്റെ, ലെറ്റ് ഹിം ഡു. ബെൽറ്റ് ഇടുന്നു, ലെറ്റ് ഹിം ഡു. നമ്മളായിട്ട് അത് നിർബന്ധിച്ച് വാങ്ങിച്ചെടുത്ത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ഇല്ല കുഞ്ഞിന്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് സീസ് ചെയ്യും, അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യും, അതിന് അത് സ്റ്റോപ്പായി. അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്, കൈയും കാലും കണ്ണും ഒക്കെ അനങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒക്കെ ഒരു കോർഡിനേഷനാണ് അവർ ചെയ്യുന്ന ഓരോ വർക്ക്. ഓക്കെ, നെക്സ്റ്റ് 2 points. Next, yes, next 2 points. C. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. Children work for the purpose of the process. However, the adult is involved with the end and result. The essence of the child's work is different from the adult. A child of about 3 to 5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in that way. The child doesn't hurry.
as we do towards the end by following his rhythm. He is able to accurate himself. Okay. സോ കുട്ടികൾ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നു കാരണം അവരുടെ ഡെവലപ്മെന്റിന് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരൊന്ന് ഹൈ ലെവലിലേക്ക് പോകാനായിട്ട് ടു എൻഹാൻസ് ദംസെൽസ് അതിന് വേണ്ടിയിട്ട് അവർ ചുറ്റും സറൗണ്ടിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഡൾട്ടിന് അങ്ങനെ ആവശ്യമില്ല. അവര് ശരിക്കും സറൗണ്ടിങ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായിരിക്കും അവർ ചെയ്യുന്നത്. അഡൾട്ടിന് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞു, അവരവരുടെ പീക്കിലെത്തി, എല്ലാം അറിയാം. വി നോ ഹൗ ടു ലിഫ്റ്റ് അപ്പ് ജഗ്, ഹൗ ടു pour the വാട്ടർ, അതിനെല്ലാം എല്ലാ കാര്യങ്ങളും അവർക്ക് ഹൗ ടു ഫിൽ ഇറ്റ് എല്ലാം അറിയാം. അവിടെ പ്രത്യേകിച്ച് അവർക്ക് ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ കുട്ടികളുടെ ശരിക്കും ഒരു ട്രാൻസ്പോർട്ടേഷനിലാണ്, ഒരു ജേർണിയിലാണെന്ന് പറഞ്ഞു. അവരുടെ പല കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. ഇന്ന് ചെയ്യുന്നു, സെക്കൻഡ് ഡേ ചെയ്യുമ്പോൾ അവർക്ക് വേറെ പല ക്വാളിറ്റീസ് ആയിരിക്കും അതിലൂടെ വരുന്നത്. കോൺസെൻട്രേഷൻ, അറ്റൻഷൻ പവർ, മോട്ടോർ സ്കിൽസ്, ഹോൾഡിംഗ് കപ്പാസിറ്റി, അങ്ങനെ പല 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 രീതികളും അങ്ങനെ പല തവണയായിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുണ്ടാകും. അപ്പൊ അവരൊരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു ജേർണിയിലാണ്, അവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ജേർണിയിലായിരിക്കും. എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ പലതും ചുറ്റുപാടിൽ നിന്നും അവർക്ക് കിട്ടുന്നത് അവരുടെ മൈൻഡിൽ ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. ദാറ്റ് വിൽ ഹെൽപ് ദം ടു ഡെവലപ്പ്. വൺസ് അവരൊരു ഗ്ലാസ് നിറയെ വെള്ളം അതെടുക്കുമ്പോൾ ആദ്യമായിട്ട് എടുത്തപ്പോഴേക്കും അത് നിലത്ത് വീഴും. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എടുക്കുമ്പോൾ നിലത്തേക്ക് വീഴും, സോ ഞാൻ ശ്രദ്ധിക്കണം. സോ അതെല്ലാം ഒരു പ്രാവശ്യം ചെയ്തതിൽ എന്തെങ്കിലും അത് കിട്ടുന്നത് ഇംപ്രഷൻ ആയിട്ട് കിടക്കും. നെക്സ്റ്റ് ടൈം അവർ സെയിം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരും. ഓക്കെ. പിന്നെ ഇവര് ഒരു ആക്ടിവിറ്റി വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്, അതിന്റെ ഓരോ പർപ്പസും ആ ഒരു പ്രോസസ്. പക്ഷെ അഡൾട്ട് എന്നവർക്ക് എൻഡ് റിസൾട്ട്, ജഗ്ഗിന് വെള്ളം നിറച്ചു വെക്കാൻ പറഞ്ഞു, വെള്ളം നിറച്ചു വെക്കാത്ത എൻഡ് റിസൾട്ട്. പക്ഷെ ഇവര് ഓരോന്നും ശ്രദ്ധിക്കും കുട്ടികൾ. പിന്നെ കുട്ടികളും അഡൾട്ടും വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. വർക്കിന്റെ കാര്യത്തിൽ അവർ പല രീതിയിൽ വ്യത്യാസമുണ്ട്. ഒരു 3.5 ഇയേഴ്സ് ആണ്, 3.5 ഇയേഴ്സ് ഒരു കുട്ടി. അതായത് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടിയാണല്ലോ. അപ്പൊ 3.5 വയസ്സുള്ള ഒരു കുട്ടി കോർമ പോലെ കിടക്കുന്നത്. ഓക്കെ. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലിലുള്ളതാണ് പിങ്ക് ടവർ. പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യൂബ്സ് ആണ്, പിങ്ക് കളറിലുള്ള ക്യൂബ് നിങ്ങൾക്കറിയാലോ. പിങ്ക് ടവർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നെ. ക്യൂബ് അറിയാലോ, നമ്മുടെ മറ്റേ റുബിക്സ് ക്യൂബ് നമ്മൾ ചെയ്യില്ലേ, സ്ക്വയറിന്റെ സോളിഡ് ഷേപ്പ്. യെസ്, സ്ക്വയറിന്റെ സോളിഡ് ഷേപ്പ്, 3 dimensional. എല്ലാ സൈഡ്സും എല്ലാ ഫേസും സ്ക്വയർ ആയിരിക്കും, എല്ലാ സൈഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. നമുക്ക് പിങ്ക് ടവറിൽ 10 ക്യൂബ്സ് ആണുള്ളത്. അതായത് 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള 10 ക്യൂബ്സ്. ഏറ്റവും ചെറിയ ക്യൂബ് 1 സെന്റിമീറ്റർ, പിന്നെ 2, പിന്നെ 3, അങ്ങനെ പോകും. ഓക്കെ. ഇത് കുട്ടി പ്ലേസ് ചെയ്യേണ്ടതാണ്. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു മാറ്റ് അല്ലെങ്കിൽ ഒരു റഗ് നിലത്ത് അൺഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഓരോ മെറ്റീരിയൽസും ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല ടേബിളിൽ വെച്ചിട്ട് ചെയ്യണം. ഒരു റഗ് അല്ലെങ്കിൽ മാറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു അത് അൺഫോൾഡ് ചെയ്ത് നിലത്ത് വിരിക്കും. മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ അവിടെ എവിടെയായിട്ട് കോർണറുകളിൽ ഇതുപോലെ മാറ്റുകൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടപ്പോൾ കുട്ടി ഒരു മാറ്റ് പോയി എടുത്തുകൊണ്ട് വന്ന് അതിനെ അൺഫോൾഡ് ചെയ്തിട്ടിട്ട് ഏത് മെറ്റീരിയൽ ആണോ അതിന് ചെയ്യാൻ ഇഷ്ടം അത് പോയി എടുത്തുകൊണ്ട് വന്ന് ഈ മാറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിലത്ത് വെക്കില്ല മെറ്റീരിയൽസ്. അപ്പോ എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എവിടെ നിന്നാണോ മെറ്റീരിയൽസ് എടുത്തത് ആ ഷെൽഫിൽ തന്നെ അത് അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കും. ഈ മാറ്റ് ഫോൾഡ് ചെയ്ത് അവർ എവിടെ നിന്നാണോ എടുത്ത് ആ കോർണറിൽ കൊണ്ടുവയ്ക്കും. ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. പിങ്ക് ടവർ എന്ന് പറഞ്ഞാൽ 10 ക്യൂബ്സ് ആണ്. 1 സെന്റിമീറ്റർ തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ വരെ വരുന്ന രീതിയിലുള്ള ക്യൂബ്സ് ആയിരിക്കും. ഇത് വെക്കേണ്ടത് ഏറ്റവും താഴെ വലിയ ക്യൂബ് വെക്കണം. അതിന്റെ മുകളിൽ അടുത്ത സൈസ്, അതായത് 10 സെന്റിമീറ്റർ വരുന്ന ക്യൂബ് താഴെ, അതിന്റെ മുകളിൽ 9, 8 അങ്ങനെ 1 വരെ വെക്കണം. ഓക്കെ. അപ്പൊ കുട്ടികൾ ഇതിങ്ങനെ വെച്ച് പോകുമ്പോൾ അവർക്ക് ഇടയ്ക്ക് വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 10 കഴിഞ്ഞിട്ട് അവർ 7 വെച്ചു, പിന്നെ 6 വെച്ചു, പിന്നെ അതിന്റെ മുകളിൽ 8 വെച്ചു, 9 ഒക്കെ വെക്കുമ്പോഴേക്ക് എന്തോ പ്രശ്നം അവർക്ക് തന്നെ ഫീൽ ചെയ്യും അല്ലെ. ചിലപ്പോൾ മറിഞ്ഞു വീഴാൻ, ബാലൻസ് തെറ്റി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അത് ക്ലിയർ ആകും. കൺട്രോൾ ഓഫ് എറർ അവർ തന്നെയാണ് ചെയ്യുന്നത്, നമ്മൾ ആരും അവരെ കറക്റ്റ് ചെയ്യില്ല. ഇനീഷ്യലി ഫെസിലിറ്റേറ്റർ അവരെ ഗൈഡ് ചെയ്യും. ഹൗ ടു ഡു ദിസ് ദേ വിൽ ഷോ, ആദ്യം കാണിച്ചു കൊടുക്കും, എന്നിട്ട് വിടും. അപ്പൊ കുട്ടിക്ക് അത് താല്പര്യമാണെങ്കിൽ കുട്ടി തന്നെ അത് ചെയ്തു തുടങ്ങും. ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല.
മേ ബി അവർ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് അവരതിന്റെ എൻഡ് റിസൾട്ടിലേക്ക് എത്തും. ബട്ട് ഒരു അഡൾട്ടിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതിലോ അവർക്ക് പെട്ടെന്ന് തന്നെ അതറിയാം, അവരത് ചെയ്ത് റിസൾട്ട് അത്രയേ ഉള്ളൂ. അപ്പൊ കുട്ടി ആ ഒരു ആക്യുറസിയിലേക്ക് വരുമ്പോൾ ഈ ഹാസ് ടു ഡു സം സ്റ്റെപ്സ് കുറേ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും അവരത് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾക്കൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെ ഒരു എന്താ പറയാന് കോൺ ഷേപ്പ് പോലെ വന്നിട്ട് ഡിഫറെന്റ് കളേഴ്സിലുള്ള റിങ് അതിനകത്ത് ഇടുന്നു. ഏറ്റവും ടോപ്പിലൊരു എന്തിന്റെങ്കിലും ഒരു ബിയറിന്റെ പോലത്തെ ഒരു ഷേപ്പ് ഡെക്കിനെ വെച്ചിട്ട് എന്തോ അങ്ങനെയല്ലേ, കുറെ റിങ്സ് ഉണ്ടാവും അല്ലെ, 10 റിങ്ങോ അങ്ങനെ എന്തോ ഉണ്ടാവും പല ഡിഫറെന്റ് കളറിലുള്ള കൊടുക്കണം. ആ സൈസിനനുസരിച്ചും കളർ നോക്കിയിട്ട്. അപ്പൊ കുട്ടികൾ ഇടുമ്പോ ചിലപ്പം ഏറ്റവും വലിയ റിങ് തന്നെ താഴെ ഇടണമെന്നില്ലല്ലേ, അവർ ഏതെങ്കിലും ഒരു റിങ് ഇടും, അതിന്റെ മുകളിൽ ഇട്ട് വരുമ്പോഴേക്കും കുറെ റിങ് ബാലൻസ് കിടക്കും. അവർക്ക് മനസ്സിലാവും ചെയ്തത് ശരിയാവില്ല, മുഴുവൻ എടുത്തു മാറ്റും, വീണ്ടും ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മളായിട്ട് ചെയ്തു കൊടുക്കാതെ അവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ശരിയാവും. ഇനി അഥവാ അവര് നമ്മളുടെ അടുത്ത് വരികയാണ് ചെയ്തു തരാൻ പറയുമ്പോൾ മാത്രം നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യുക. ആ സമയത്ത് മാത്രം, അല്ലെങ്കിൽ അതൊക്കെ ഇന്ററപ്ഷൻ ആയി പോകും. അവരുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുന്ന പോലെ ആയിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുക, ലെറ്റ് ദം ഡു. അവർ കുറേ ട്രൈ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും അവര് നമ്മളെ വന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ നോക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണം. സോ ഇതാണ് ആപ്റ്റ് ടൈം, നമ്മൾ ചെല്ലാനുള്ള സമയം. ചെല്ലുന്നു, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുവല്ല, നീ ചെയ്തത് ശരിയായില്ലെന്നൊന്നുമല്ല പറയുന്നത്. അവർക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കും, അവർക്ക് തന്നെ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അപ്പൊ അത് ഫിനിഷ് ആകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കൈകൊട്ടി ചിരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ അവരിൽ വരും. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പൊ നമ്മള് ലോ ഓഫ് വർക്ക് പറഞ്ഞു. അഡൾട്ടും കുട്ടികളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ഒരു വർക്ക് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേരിലും ഉണ്ടാകുന്ന ഫീലിങ്സ്, രണ്ടുപേരും എന്താണ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? Anyone sign out ഒന്നുമില്ലേ? കുറെ പേരൊന്നും കാണുന്നില്ലല്ലോ. ഈ ആഴ്ച കോർഡിനേറ്റേഴ്സ് ഒന്നും ഇല്ല, അതാണ് എല്ലാം ഒരു തണുപ്പൻ. ടീച്ചിങ് പ്രാക്ടീസിന് പോയോ ആരെങ്കിലൊക്കെ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ മാനേജ് ചെയ്താൽ മതി. ലൈക്ക് ആക്ഷൻസും എല്ലാരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോ, നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല പ്ലെയിൻ ആയിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആയിട്ട് വെക്കണം. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു നമ്പർ തരും, അതിലേക്ക് സെൻഡ് ചെയ്യണം എന്നാണ് സാർ പറഞ്ഞത്. ടീച്ചർ ഇത് കുറെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ആണോ? സാർ പറഞ്ഞിട്ടുണ്ടേ, നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ കിട്ടിയപ്പോ എല്ലാരും അയക്കണം. 1 മിനിറ്റ് അല്ലേ ടീച്ചർ? എത്രയോ പറഞ്ഞു, അന്ന് എത്രയോ പറഞ്ഞിരുന്നു. ഞാൻ അത് നാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാം, 30 സെക്കൻഡ്സ് ആണോ 1 മിനിറ്റ് ആണോ എന്നുള്ളത്. ഓക്കെ ടീച്ചർ, ഞാനും നോക്കാം. ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ പറയുമ്പോ. ടീച്ചർ ഡോക്ടറെ കാണിച്ചില്ലേ? ഫീവർ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര മേലുവേദന, തലവേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പൊ മോന് പനിയാ, അവന്റെ കൂടെയായിരുന്നു കിടന്നത്. അതാണോന്ന് അറിയില്ല. മേബി ആയിരിക്കും, അത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരും. പിന്നെ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ യാത്ര ചെയ്തത്. ഭയങ്കര 2 ദിവസം നല്ല ലോങ് ജേർണി ആയിരുന്നു. എവിടെയായിരുന്നു? ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണോ? ഒരെണ്ണം ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോയതാ, കോട്ടയം. പിന്നെ പിറ്റേ ദിവസം മോള് കാഞ്ഞിരപ്പള്ളിയിലല്ലേ പഠിക്കുന്നത്, അപ്പൊ അവള് പല്ല് കമ്പി ഇട്ടേക്കണ അവിടെയാ. സോ അതിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതാ. അത് ഇവിടെ നിന്ന് 3 hours ജേർണി ഉണ്ട്. ഓക്കെ ടീച്ചർ. ഓക്കെ, ബൈ. Thank you, Miss. Okay teacher. Thank you. Have a nice day. Thank you. Bye. Thank you, ma'am.